നമ്മളിപ്പോ ഓണമൊക്കെ ഇന്ന് ആഘോഷിച്ചില്ലേ? അപ്പൊ ഓണത്തിന്റെ പിന്നിലുള്ള സ്റ്റോറി എന്താ നമുക്കറിയാവോ? ഏത് കുട്ടിക്ക് അറിയത്തില്ല അല്ലേ? നമ്മൾ പറയട്ടെ. പണ്ട് പണ്ട് നമ്മുടെ നാട്ടില് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ പേരാണ് മഹാബലി. അപ്പൊ ആ രാജാവ് എങ്ങനെയാന്ന് വെച്ചാൽ ആ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ആ രാജാവിന് ഭയങ്കര കാര്യമായിരുന്നു. എല്ലാരെയും ഒരുപോലെയായിരുന്നു രാജാവിന് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കാൻ ഉണ്ടോന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അവർക്ക് എല്ലാ വേണ്ടുന്ന കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഓക്കെ, ചോക്ലേറ്റ് കൊടുത്തു കാണും. ഓക്കെ, അപ്പം എന്ത് ചെയ്തു? അത് ദേവന്മാർക്കും അസുരന്മാർക്കും ഒക്കെ ഭയങ്കര അസൂയയായി. ഈ രാജാവിനെ എല്ലാവർക്കും എന്താണ് അവരെ എല്ലാവർക്കും ഈ രാജാവിനെ എല്ലാവർക്കും അതൊക്കെ ദേവന്മാരും അസുരന്മാരും ഉണ്ടായിരുന്നു. ദേവലോകത്തുള്ളവരും അസുര ലോകത്തുള്ളവരും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഭയങ്കര കൃഷ്ണ ഭൂമിയിലുള്ള ഈ രാജാവിനെ മാത്രം എന്താണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അസൂയയെ. അപ്പൊ എങ്ങനെയെങ്കിലും ഈ മഹാബലിനെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയായി അവർക്ക്. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഉണ്ടാതെ കേക്ക്. എന്നിട്ട് മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ട് വാമനൻ അവതാരം എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ വാമനൻ നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു? മഹാബലിനോട് പറഞ്ഞു, എനിക്ക് പിന്നെ സാധാരണ ഒരാളായിട്ട് വന്നേ. അപ്പൊ മഹാബലിക്ക് മനസ്സിലായില്ല ഇതാരാ വന്നേന്നുള്ളത്. എന്നിട്ട് മഹാബലി വന്ന് എനിക്കൊരു സഹായം ചെയ്യാമോ എന്ന് പറഞ്ഞു ചോദിച്ചപ്പം രാജാവ് എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന ആളല്ലേ. അപ്പൊ രാജാവിന് എന്തായാലും തരാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എനിക്ക് 3 അടി മണ്ണ് തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പം രാജാവ് പറഞ്ഞു 3 അടി മണ്ണല്ലേ, എന്തായാലും കൊടുക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ തരാന്ന് പറഞ്ഞു. ഇപ്പൊ വാക്ക് പറഞ്ഞ രാജാവല്ലേ, വാക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പം നോക്കുമ്പോണ്ട് 3 അടി മണ്ണ് അളക്കാന്ന് പറഞ്ഞപ്പോഴത്തേനും നോക്കുമ്പോണ്ട് ഈ വന്ന വാമനൻ എന്തായി? വലിയൊരാളായി. അപ്പം 1ാമത്തെ കാല് വെച്ചപ്പോ തന്നെ ഭൂമി മുഴുവൻ അളന്നു കഴിഞ്ഞു. 2ാമത് അടുത്ത കാല് വെച്ചപ്പം പാതാളം മുഴുവൻ അളന്നു കഴിഞ്ഞു. പിന്നെ 3ാമത്തെ കാല് വെക്കാൻ നോക്കുമ്പോൾ സ്ഥലമില്ല, എവിടെ അളക്കും? അപ്പൊ രാജാവിനാകെ ഇതായി ബുദ്ധിമുട്ടായി. അപ്പൊ രാജാവ് സ്വന്തം തല ഇങ്ങനെ കാണിച്ചു കൊടുത്തു പറഞ്ഞു, 3ാമത്തെ കാല് എന്റെ ശിരസിൽ വെച്ചോ എന്ന് പറഞ്ഞു. ശിരസെന്ന് പറഞ്ഞാല് തലയാണേ. അപ്പൊ തലയില് വാമനൻ കാല് വെച്ച് പാതാളത്തിലേക്ക് മഹാബലിനെ ചവിട്ടി താഴ്ത്തിയേ. അപ്പം ചവിട്ടി താഴ്ത്തിയപ്പം മഹാബലി, പാതാളം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിക്കടിയിലുള്ള സ്ഥലം അല്ലേ, അതാണ്. അപ്പൊ അങ്ങോട്ട് ചവിട്ടി താഴ്ത്തി ഭൂമിക്കടിയിലേക്ക്. അന്നേരം രാജാവ് ഒരു കാര്യം ചോദിച്ചു. രാജാവ് ചോദിച്ചു, എൻ്റെ പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് വർഷത്തിലൊരിക്കൽ വരാനുള്ള ഒരു അനുവാദം തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ അത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മഹാബലി വർഷത്തിലൊരിക്കൽ നമ്മളെ കാണാൻ വരുന്ന ആ ഒരു കാര്യം നമ്മൾ സ്മരിക്കുന്ന ദിവസമാണ് ഓണം. അങ്ങനെ നമ്മളുടെ വിശ്വാസം എന്താണ്? മഹാബലി നമ്മളെ കാണാന് എല്ലാ വർഷവും ഓണത്തിന് വരും എന്നുള്ളതാണ്. അത് നമ്മൾ ഓണം വിഷയം കാണുന്നില്ലേ? പൂക്കടയൊക്കെ വരും, പിന്നെ കൊടയൊക്കെ ചൂടി പിന്നെ ഒരു രാജാവ് വരുന്ന ആ പിക്ചർ നമ്മൾ കാണുന്നില്ലേ? അതാണ് മഹാബലി കേട്ടോ. അതാണ് ഐതിഹ്യം. പണ്ട് നടന്ന ഐതിഹ്യമാണ്. അപ്പൊ ഇപ്പോഴും ആ രാജാവ് വരുന്നുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസമാണ്. അത് നമുക്കറിയത്തില്ല. നമ്മൾ അതാണ് വിശ്വസിക്കുന്നത്. ആ ഒരു ആഘോഷം, അതാണ് നമ്മുടെ കേരളത്തിന്റെ ഫെസ്റ്റിവലാണ് ഓണം അല്ലേ? അതാണ് നമ്മള് ഓണത്തിനന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മള് ട്രഡീഷണൽ ആയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓണം ആഘോഷിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഓണത്തിന്റെ ബിഹൈൻഡ് ആയിട്ടുള്ള സ്റ്റോറി. മനസ്സിലായോ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ഓണം വിഷ് ചെയ്യാം. ആഘോഷങ്ങൾ കഴിഞ്ഞു. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം.